നമസ്കാരം. ഭീമൻ യുദ്ധക്കപ്പലുകളും അത്യാധുനിക ആയുധങ്ങളും ഉള്ളവർക്ക് മുന്നിൽ ചെറിയ ശക്തികൾക്ക് നിലനിൽപ്പില്ല എന്നായിരുന്നു പൊതുവെയുള്ള ഒരു ധാരണ. പക്ഷേ ഹോർമൂസ് കടലിടുക്കിൽ ഇന്ന് എഴുതപ്പെടുന്നത് അതിന് പൂർണ്ണമായും വിപരീതമായ ഒരു ചരിത്രമാണ്. ഇവിടെ ഭീഷണിയാകുന്നത് സമുദ്രത്തെ കീറി മുന്നോട്ടു പോകുന്ന ഭീമന്മാരല്ല, അതായത് ഭീമ യുദ്ധവാഹിനി കപ്പലുകളല്ല, മറിച്ച് കണ്ണിറക്കും മുമ്പ് തന്നെ പ്രത്യക്ഷപ്പെട്ട് ആക്രമിച്ച് തിരകളിൽ ലയിച്ചു പോകുന്ന ചെറുതും അതിവേഗവുമായ കപ്പലുകളാണ്. വലിപ്പത്തിൽ ചെറുതായിരുന്നാലും അതിവേഗ സഞ്ചാരശേഷി, പെട്ടെന്നുള്ള ആക്രമണ കഴിവ്, കൂട്ടായി നീങ്ങുന്ന തന്ത്രം, ഇടുങ്ങിയ ജലപാതകളിൽ എളുപ്പം പ്രവർത്തിക്കാനുള്ള ശേഷി എന്നിവയാണ് ഇവയെ അപകടകാരിയാക്കുന്നത്. ചില ബോട്ടുകൾ മിസൈലുകൾ വഹിക്കുമ്പോൾ ചിലത് റോക്കറ്റുകളും മെഷീൻ ഗണ്ണുകളും ഉപയോഗിക്കും. മറ്റു ചിലതാകട്ടെ ശത്രുവിനെ ആശയക്കുഴപ്പത്തിലാക്കുവാനും നിരീക്ഷണ സംവിധാനങ്ങളെ മറികടക്കാനുമാണ് വിന്യസിക്കുന്നത്. ലോകത്തിന്റെ എണ്ണ വിതരണ ശൃംഖലയുടെ നിർണായക വാതയാനമായ ഹോർമൂസ് കടലിടുക്ക് ഇന്ന് വെറും വ്യാപാരപാത മാത്രമല്ല, മഹാശക്തികളുടെ അഭിമാനവും സാമ്പത്തിക താൽപര്യവും സൈനിക തന്ത്രങ്ങളും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന അപകടകരമായ ഒരു വേദിയായി മാറിയിരിക്കുകയാണ് ഇത്. ഒരു വശത്ത് അതിപ്രബലമായ നാവികസേനയുമായി അമേരിക്ക, മറുവശത്ത് സ്വന്തം തീരപ്രദേശത്തെ ഒരു കോട്ടയായി മാറ്റിയ ഇറാനും. ശക്തിയുടെ പരമ്പരാഗതമായ അളവുകോലുകൾ ഇവിടെ പലപ്പോഴും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാരണം ഈ പോരാട്ടം വലിപ്പത്തിന്റേതല്ല, ബുദ്ധിയുടേതും വേഗത്തിന്റെയും സമയത്തിന്റെയും പോരാട്ടം കൂടിയാണ്. ഇറാന്റെ ഫാസ്റ്റ് അറ്റാക്ക് കപ്പലുകൾ പലർക്കും ചെറുബോട്ടുകളായി തോന്നിയേക്കാം. എന്നാൽ അവയുടെ യഥാർത്ഥ ശക്തി ഇരുമ്പിലല്ല, അവയുടെ പിന്നിലെ ആശയത്തിലാണ്. വമ്പൻ സൈനിക ശക്തികളെ നേരിടാൻ അതേ മാതൃകയിൽ തന്നെ പോരേണ്ടതില്ല എന്ന തിരിച്ചറിവ് കൂടിയാണ് ഇവയുടെ അടിസ്ഥാനം. കുറഞ്ഞ വിഭവങ്ങൾ ഉപയോഗിച്ച് വലിയ എതിരാളിയെ സമ്മർദ്ദത്തിലാക്കുക, ഇടുങ്ങിയ കടൽപാതയെ സ്വന്തം തന്ത്രത്തിന്റെ ഭാഗമാക്കുക, ശത്രുവിന്റെ മേൽക്കോയ്മയെ അനിശ്ചിതത്വത്തിലേക്ക് തള്ളിയിടുക, ഇതാണ് ഇറാൻ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹോർമൂസ് ഇന്ന് ലോകം കാണുന്നത് വെറും കപ്പലുകളുടെ സഞ്ചാരമല്ല, അത് പഴയ യുദ്ധരീതികൾക്ക് എതിരായ പുതിയ പ്രഖ്യാപനം കൂടിയാണ്. പാകിസ്ഥാനിൽ നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിനു പിന്നാലെ ഹോർമൂസിൽ നാവിക ഉപരോധം ഏർപ്പെടുത്തുമെന്ന അമേരിക്കൻ പ്രഖ്യാപനം മേഖലയിൽ സംഘർഷം കുത്തനെ ഉയർത്തുകയും ചെയ്തു. ഇറാന്റെ എണ്ണ കയറ്റുമതി തടയുകയും സാമ്പത്തിക സമ്മർദ്ദത്തിലൂടെ രാഷ്ട്രീയ ഇളവുകൾ നേടുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കത്തെ വിലയിരുത്തപ്പെടുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇറാന്റെ ഫാസ്റ്റ് അറ്റാക്ക് കപ്പലുകൾ വീണ്ടും ആഗോള ചർച്ചയുടെ കേന്ദ്രത്തിൽ എത്തിയതും. പല പാശ്ചാത്യ വിലയിരുത്തലുകളും ഇവയെ ഭീഷണിയായി ചിത്രീകരിക്കാറുണ്ട് എങ്കിലും ഇറാന്റെ കാഴ്ചപ്പാടിൽ ഇവ പ്രതിരോധം ആവശ്യത്തിനായി വികസിപ്പിച്ച സമർത്ഥമായ സമുദ്ര ആയുധ സംവിധാനമാണ്. ടോണ്ടർ ക്ലാസ് മിസൈലുകൾ, ബോട്ടുകൾ അതിന്റെ മികച്ച ഉദാഹരണമാണ്. വലിപ്പത്തിൽ ചെറുതായിരുന്നാലും ദൂരപ്രഹര ശേഷിയുള്ള ആന്റി ഷിപ്പ് മിസൈലുകൾ വഹിക്കാൻ ഇവയ്ക്ക് സാധിക്കുന്നുണ്ട്. വലിയ യുദ്ധക്കപ്പലുകളെ പോലെ സമുദ്രത്തിന്റെ ദീർഘദൂര യാത്രകളെയല്ല ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പകരം സ്വന്തം തീരപ്രദേശത്തിനടുത്ത് വേഗതയിൽ എത്തി ലക്ഷ്യത്തെ തകർത്തു മടങ്ങാനുള്ള രീതിയാണ് ഇവയുടെ ഉപയോഗം. ഇത് ചെറിയ രാജ്യങ്ങളുമായി പരിമിതമായ വിഭവങ്ങളുള്ള സൈന്യങ്ങൾക്കും അനുയോജ്യമായ പ്രതിരോധ മാതൃകയായി പല സൈനിക വിദഗ്ധരും ഇതിനെ വിലയിരുത്തുന്നുണ്ട്. എന്തായാലും പേക്കാപ് ക്ലാസ്, സറാജ് ക്ലാസ് പോലുള്ള അതിവേഗ ബോട്ടുകൾ ഇറാന്റെ സമുദ്ര തന്ത്രങ്ങളെ മറ്റൊരു നിർണായക ഘടകമാക്കുകയാണ്. ഇവയുടെ ശക്തി വെടിക്കോപ്പുകളല്ല, വേഗതയിലും സഖ്യമാണ്. ഒറ്റയ്ക്ക് ഒരു വൻ യുദ്ധക്കപ്പലിനെ നേരിടാനല്ല ഇവയെ വിന്യസിക്കുന്നത്. പകരം പല ദിശകളിൽ നിന്നും ഒരേ സമയം സമീപിച്ച് ശത്രുവിന്റെ നിരീക്ഷണ സംവിധാനങ്ങളെ സമ്മർദ്ദത്തിലാക്കുകയും പ്രതികരണ സമയം കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇത്തരമൊരു തന്ത്രം ആധുനിക യുദ്ധത്തിന്റെ സാങ്കേതിക മേൽക്കോയ്മ മാത്രം വിജയത്തിന് മതിയാകില്ല എന്ന സത്യവും ഓർമ്മിപ്പിക്കുകയാണ്. ഹോർമൂസ് കടലിന്റെ ഭൂമിശാസ്ത്രം തന്നെ ഇറാനെ അനുകൂലിക്കുന്നതാണ്. ഇടുങ്ങിയതും തിരക്കേറിയതുമായ ഈ ജലപാതയിൽ വമ്പൻ യുദ്ധക്കപ്പലുകൾക്ക് സ്വതന്ത്രമായി നീങ്ങുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ചെറിയ അതിവേഗ ബോട്ടുകൾ തീരപ്രദേശങ്ങളോട് ചേർന്ന് സഞ്ചരിക്കുവാനും ഉൾക്കടലുകൾ മറഞ്ഞിരിക്കുവാനും പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് തിരിച്ചു പോകുവാനും സാധിക്കുന്നു. അതിനാൽ തന്നെയാണ് ഇറാന്റെ കപ്പലുകൾക്ക് ഒരു സൈനിക ഉപകരണം മാത്രമല്ല, ഭൂപ്രകൃതിയെ തന്നെ പ്രതിരോധിക്കാൻ ആയുധമാക്കി മാറ്റുന്ന തന്ത്രത്തിന്റെ പ്രധാന ഭാഗമായി മാറുന്നത്. എന്തായാലും ഹോർമൂസിൽ നടക്കുന്ന ഈ മത്സരം യുദ്ധക്കപ്പലുകളുടെ ഏറ്റുമുട്ടൽ മാത്രമല്ല, അത് ശക്തിയും സ്വാതന്ത്ര്യവും ആധിപത്യവും പ്രതിരോധവും തമ്മിലുള്ള ഒരു വലിയ ആശയ സമരമാണ്. അമേരിക്ക സമുദ്രങ്ങളെ നിയന്ത്രണത്തിന്റെ വേദിയായി കാണുമ്പോൾ ഇറാൻ അവയെ ദേശീയ സുരക്ഷയുടെ അതിർത്തിയായി കാണുകയാണ്. ഈ രണ്ട് കാഴ്ചപ്പാടുകളും തമ്മിലുള്ള സംഘർഷമാണ് ഇന്ന് ലോകം കാണുന്നത്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇറാന്റെ ഫാസ്റ്റ് അറ്റാക്ക് കപ്പലുകൾ വെറും ഒരു ബോട്ടുകളല്ല, അവ ഒരു സന്ദേശമാണ്. വലിപ്പം മാത്രമല്ല, ശക്തിയല്ല, അതായത് സാങ്കേതികം മാത്രമല്ല, മേൽക്കോയ്മയല്ല, അതായത് ഭീഷണി മാത്രം വിജയമല്ല, സ്വന്തം തീരത്ത് നിലനിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ മനോവീര്യവും തന്ത്രബുദ്ധിയും ചിലപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ നാവിക ശക്തികളെ പുനർചിന്തിപ്പിക്കാൻ സാധിക്കുമെന്നതിന്റെ ഉത്തമമായ ഉദാഹരണമാണ് ഇറാൻ നമുക്ക് മുന്നിൽ കാട്ടിത്തരുന്നത്.